ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതായത് ഒരു വലിയ വിഭാഗം ആളുകൾ ബാലഭാസ്കറിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട്, അത് തെളിയിക്കപ്പെടണം എന്ന് വലിയ രീതിയിൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരും എന്നോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സ്, അതായത് അച്ഛനും അമ്മയും ഈ പറഞ്ഞ കസിൻ സിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് പേര്, ജോയി തമ്മലത്തെ പോലുള്ള ആൾക്കാർ, കലാഭവൻ സോബിയൊക്കെ ഇത് തെളിയിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിനിടയിൽ ഇത് യാതൊരു അസ്വാഭാവികതയുമില്ല, ഇത് സാധാരണഗതിയിലുള്ള ഒരു ആക്സിഡന്റ് മരണവുമാണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ ഘോരഘോരം പ്രഭാഷണം നടത്തുന്ന ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ കൂടിയായ, സോക്കോൾഡ് സുഹൃത്തുക്കൾ കൂടിയായ ഇഷാൻ ദേവ്, രാഹുൽ ഈശ്വർ, ഈ പറഞ്ഞ സ്റ്റീഫൻ ദേവസി, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ജസ്റ്റിസ് ഫോർ ലക്ഷ്മി, അവരതാണ് കണക്കാക്കുന്നത്. അവർക്ക് അതാണ് ആവശ്യം, ലക്ഷ്മിക്ക് ജസ്റ്റിസ് കിട്ടണം. ലക്ഷ്മി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ ജസ്റ്റിസ് കിട്ടണമെങ്കിൽ അത് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ തന്നെ അത് ലക്ഷ്മിയുടെ ജസ്റ്റിസ് ആയി മാറും. ഇവിടെ ലക്ഷ്മിക്ക് ആരും ജസ്റ്റിസ് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവന്മാരും ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ വന്ന ഈ ഒരു വോയിസ് ക്ലിപ്പ് അത് കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും എന്തുകൊണ്ടാണ് കുറച്ചധികം ആളുകൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് ബാലഭാസ്കറിന്റെ ഈ ഒരു വിഷയം തെളിയണ്ട, ഈ ഒരു കേസ് തെളിയണ്ട എന്ന് ആരോപിക്കുകയും അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ ഈ ഒരു മരണം കൊലപാതകമാണെന്ന് വാദിക്കുന്നവരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ എന്തുകൊണ്ട് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ തുനിയുന്നു എന്നതിന് വ്യക്തമായുള്ള ഉത്തരമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഉറക്കത്തിൽ ഭയങ്കരമായ ഒരു സൗണ്ട് കേട്ടു. അങ്ങനെ ഞാൻ ഭയങ്കര സൗണ്ട്, അത്രയ്ക്ക് ഒരു ബോംബ് പൊട്ടുന്ന സൗണ്ടായിരുന്നു കേട്ടു. അപ്പം ഞാനങ്ങ് എൻ്റെ ഒരു കൂട്ടുകാരനെ അപ്പോൾ ഉറക്കത്തിൽ ചാടി ഞെട്ടി അഴിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പറയും ആക്സിഡൻ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആരുമില്ല, ഞങ്ങൾ രണ്ടു മൂന്നേര് ശ്രമിച്ചിട്ട് നടക്കില്ല എന്ന്. അപ്പോൾ പുകയും ആളി പടരുന്ന പുക, തുറക്കാനോ ഒന്നിനും എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഉടൻ പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാലഭാസ്കറിനെ റോഡിൽ കിടത്തിയിരിക്കുകയാണ്. ഭാര്യ ഒരു ആംബുലൻസ്. അപ്പോഴാണ് ഞാൻ പുള്ളി ഇതുപോലെ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം നോക്കി ഒന്ന്, വീണ്ടും എനിക്ക് സംശയം വന്ന് വീണ്ടും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചത് എന്തെന്ന്, എൻ്റെ മകളൊക്കെ എന്ത് പറ്റിയെന്ന്. അപ്പോഴാണ് ഞാനും അറിയുന്നത് മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പുള്ളി വേറൊരു ആംബുലൻസ് വന്ന് പുള്ളി ആ ആംബുലൻസിൽ കയറ്റി ഭാര്യ. അവസാനം ഡ്രൈവറെ എടുക്കാൻ വേണ്ടിയാണ് അത്രയും ബുദ്ധിമുട്ട്. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ ബുദ്ധിമുട്ട്. പുള്ളിയുടെ കാല് ഒടിഞ്ഞിട്ട് അകത്തോട്ട് കയറി, സീറ്റിൻ്റെ ഇടയിലോട്ട് കയറി. സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പുള്ളി ഒരു ബർമോഡ ടീഷർട്ടാണ് കേട്ടോ. പുള്ളി നമ്മൾ കാലെടുത്തെങ്കിൽ പുള്ളി സീറ്റിൽ നിന്ന് ഊരി എടുത്ത് അങ്ങോട്ട് വണ്ടിയിൽ കയറ്റാൻ പറ്റും. പുള്ളി അതിനെ സമ്മതിക്കുന്നില്ല. ഡ്രൈവർ എന്ന് പറയുന്ന പുള്ളി സമ്മതിക്കുന്നു. ബാലഭാസ്കരനല്ല വണ്ടി ഓടിച്ചത്. ഇതിൽ ഒരുപാട് അപകടങ്ങളുണ്ട് ഉണ്ടെന്ന് പറയാൻ, അത് ബസ് ഡ്രൈവർ പറയാൻ ബാലഭാസ്കർ അതൊന്നുമല്ല. സത്യം ദൈവത്തിനറിയാം, ആരൊക്കെ മൂടി വെച്ചാലും ദൈവത്തിനറിയാം. അത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഈ കാർ ആ മരത്തിൽ ഇടിക്കണമെങ്കിൽ തന്നെ അത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരിത് തന്നെയാണ്, ഒരു പ്ലാനിന് തന്നെയാണ്. പുള്ളിയെ കൊല്ലാനുള്ള ഒരു ഇതാണെന്നാണ് ഇത് എൻ്റെ 100%. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അപ്പോൾ പെട്ടികളെല്ലാം ഈ കാറിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷനിൽ ജീപ്പിൽ പറക്കി വെച്ച് കൊടുക്കുന്നത് വരെ ഞാനാണ്. ഒരു 6-7 പെട്ടി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനും കൂടെ നിന്നാണ് പോലീസുകാർ വെച്ച് പറക്കി അതിൽ വെച്ച് കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഇത് സ്വാഭാവിക ആക്സിഡൻ്റ് അല്ല എന്ന് എനിക്ക് സംശയം. ഒരു ഉറങ്ങിയ ഇതാണെങ്കിലും അടുത്ത കടയുണ്ട്, അവിടെ നിന്ന് കയറിയേ വരുള്ളൂ. ആ കട ഇടിച്ച് തകർത്തേ കയറുള്ളൂ. പക്ഷെ ഇത് കറക്റ്റ് ആ മരത്തിലായിട്ടാണ് ഇടിച്ചത്. ആ മരത്തിലിടിക്കുന്നത് എന്നുവെച്ചാൽ ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. പെട്ടെന്ന് നമുക്ക് എന്തായിരുന്നാലും നമുക്കറിയാം, ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കില്ല. ഇത് കറക്റ്റ് ആ മരത്തിൽ തന്നെ ഇടിച്ച് നിൽക്കുക. പക്ഷേ ഞാനിപ്പോഴും പുള്ളിയെ കണ്ടാലും എനിക്ക് നല്ലപോലെ അറിയാം, ഈ ഡ്രൈവറിനെ കണ്ടാലും അറിയാം. നമ്മുടെ ഡ്രൈവർ സീറ്റിൽ നിന്നാണ് എടുത്തത്. പക്ഷെ ബാലഭാസ്കർ ഞാൻ വരുമ്പോഴത്തേക്ക് റോഡിൽ തന്നെയാണ് കിടക്കുന്നത്, റോഡിൽ എടുത്ത് കിടത്തിയിരിക്കുകയാണ്. ബാലഭാസ്കറിൻ്റെ ഭാര്യ ആംബുലൻസിൽ കിടത്തിയിരിക്കുകയാണ്. പുള്ളി എന്നോട് ചോദിക്കുകയും ചെയ്തു മകളും ഭാര്യയെന്ന്. അപ്പോഴാണ് മകളുള്ള കാര്യം അറിയുന്നത്. മകളെ അവർ നേരത്തെ കൊണ്ടുപോയി ഭാര്യ എടുത്തിട്ട് ആംബുലൻസിൽ കിടത്തിയിരിക്കും. എൻ്റെ കാര്യം ശരിക്കും ഡ്രൈവറെ ചോദ്യം ചെയ്താൽ, പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്താൽ ശരിക്കും അദ്ദേഹം പറയും. അതാണ് എൻ്റെ സത്യാവസ്ഥ. ഡ്രൈവർ തന്നെ ചോദ്യം ചെയ്യണം, ഇതിൻ്റെ പിന്നിൽ ആളുണ്ടായിരുന്നു. പക്ഷേ ആ വെപ്രാളത്തിൻ്റെ ഇടയിൽ നമുക്ക് ആരെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ആക്സിഡൻ്റായ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ കൂടെ വന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് അപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് എന്നാലും കണ്ടാൽ 1-2 പേരെയൊക്കെ അറിയാം. ഇത്തിരി നല്ലൊരു തടിച്ചിട്ട് ഒരാളൊക്കെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവറെ എടുക്കുന്ന സമയത്ത് ആരുമില്ല, ഞങ്ങൾ നാട്ടുകാർ തന്നെയാണ്. അവിടെ അതിന് ശേഷമാണ് പിന്നെ കുറച്ച് ആൾക്കാർ അവിടെ ചേരുന്നത്, എടുക്കുന്നത് എല്ലാ കാര്യം കാണാൻ സാധ്യതയുണ്ട്. കാരണം പെട്ടികൾ 6-7 ഉണ്ട്. മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുമായിട്ട് ഞാനും കൂടെയാണ് ആ പെട്ടി പറക്കി വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ലോക്കൽ പോലീസ്, CBI വന്നിരുന്നു, പിന്നെ ആറ്റിങ്ങൽ SP വന്നിരുന്നു. ഇതെല്ലാം എല്ലാവർക്കും ഒരേ റിപ്പോർട്ട്. ഞാൻ കണ്ട കാര്യം, ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് മൊത്തം പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞു
മംഗലാപുരം സ്റ്റേഷനിൽ റിപ്പോർട്ട് എഴുതിയപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ ഞാൻ വരുമ്പോഴത്തേക്ക് ബാലഭാസ്കർ റോഡിലാണ് കാറിലാണ് ഇട്ട് കിടത്തിയാണ് ഭാര്യ ആംബുലൻസിലും കിടത്തിയിരിക്കുന്നത്. കുഞ്ഞിനെ ചോദിച്ചപ്പോഴാണ് ഞാൻ പറയുന്നു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചെന്ന് പറഞ്ഞു. ആണെന്ന് പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ട് അന്ന് എനിക്കത്ര ഇതാണെങ്കിൽ ഇല്ലെങ്കിലും പിന്നീടാണ് നമുക്കിത് മനസ്സിലാവുന്നത്. കാരണം ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മരണമാണ്, അല്ലാതെ അല്ല. അത് സ്വാഭാവികമായിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്നാണ് എൻ്റെ സംശയം. അപായപ്പെടുത്താതെ അതല്ല, ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നെങ്കിൽ ഇത്രയും ഇത് കടന്നു വരേണ്ട ആവശ്യമില്ല. ആ വളവിൽ തന്നെ വണ്ടി മറിയും. പക്ഷെ ഇത് വണ്ടി മറിഞ്ഞിട്ടില്ല, കറക്റ്റ് ആ മരത്തിന്റെ സെന്ററിൽ ഇടിച്ചാണ് നിൽക്കുന്നത്. ഈ ഒരു ദൃസാക്ഷി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരെയും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായും ബാലഭാസ്കറിന്റെ സുഹൃത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാഭാവികമായി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താണ് കണ്ടത്? എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ദുരൂഹത കണ്ടിരുന്നു എന്ന് ചോദിക്കാൻ തയ്യാറാവും. അതല്ലേ സ്വാഭാവികമായി ഒരു മനുഷ്യൻ ചെയ്യുക. എന്നാൽ ഈ ബാലഭാസ്കറിന്റെ സോക്കോടുമായിട്ടുള്ള സുഹൃത്തുക്കളോ ഈവൻ ലക്ഷ്മി ആരും കലാപം സോബിയുടെ കാര്യം വിട്, കലാപം സോബിയുടെ കാര്യം പോട്ടെ, കലാപം സോബി അവിടെ നിൽക്കട്ടെ, ഈ പറയുന്ന ഈ ദൃസാക്ഷിയോട് ചോദിക്കാൻ തയ്യാറാകുമോ? ഒരാളും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ദുരൂഹത ആൾക്കാർ കാണുന്നത്. കാരണം ഈ സോക്കോൾഡ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഈ പറഞ്ഞ ലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ഒരു വെപ്രാളം, ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കണക്കുള്ള അവരുടെ ഒരു ടെൻഡൻസി, അതാണ് വെളിവാകുന്നത്. തമ്പി എന്ന് പറയുന്ന വ്യക്തി ഫോൺ അടക്കം കൊണ്ടുപോയ കാര്യം വളരെ ലാഘവത്തോടെ പറയുന്ന ലക്ഷ്മി, ആ ഫോൺ കൊണ്ടുപോയതിൽ യാതൊരു അസ്വാഭാവികതയും തോന്നിപ്പിക്കാത്ത ശാന്തേവ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ, ഇതൊക്കെയല്ലേ അസ്വാഭാവിക? സത്യത്തിൽ ഇതൊക്കെയല്ലേ ജനങ്ങളെ സംശയിപ്പിക്കുന്നത്? ഇവിടെ ഈ പറയുന്ന വ്യക്തികൾ പറയുന്നു ധാരാളം പെട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, 40 പവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 40 പവൻ വിറ്റ് കഴിഞ്ഞാൽ 10-25 ലക്ഷം രൂപയായിരിക്കും കിട്ടുന്നത്. എന്നാൽ ഉണ്ടായിരുന്ന പെട്ടികളെല്ലാം അവിടുന്ന് തന്നെ പോലീസിന് ലഭിച്ചു. ആ പെട്ടികൾ ഇതിനു മുമ്പ് ആരെങ്കിലും കരസ്ഥമാക്കിയിരുന്നു? എന്തുകൊണ്ടാണ് ഈ പറയുന്ന തമ്പി എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്? ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും, അതായത് അപകടം ഉണ്ടായ സമയത്ത് അവിടുന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് CCTVയിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാനാണോ അദ്ദേഹം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്? ആരെങ്കിലും ഇത് പരിശോധിച്ചോ? അസ്വാഭാവികതയല്ല ഇതൊക്കെ. സോ തീർച്ചയായും ഇതുപോലൊരു മനുഷ്യന് ഈ രീതിയിൽ ഒന്ന് കള്ളം പറയേണ്ട ആവശ്യമില്ല. കലാപം സോബി അങ്ങനെ മാറ്റിയെടുത്ത് ചിന്തിക്കുകയാണെങ്കിലും ഈ പറഞ്ഞൊരു സാധാരണപ്പെട്ട ഒരു CITU പ്രവർത്തകന് ഈ രീതിയിൽ ഒരു കള്ളത്തരം പറയേണ്ട, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അസ്വാഭാവികത കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ ലക്ഷ്മിക്കും അർജുനും എയർ ബാഗ് ഉണ്ടായിരുന്നു, എയർ ബാഗിന്റെ സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബാക്കിൽ കിടന്ന ബാലഭാസ്കർ തെറിച്ചു വന്ന് മുന്നോട്ടാവുകയും അദ്ദേഹത്തിന് തല വന്ന് ഒരു പക്ഷേ ഇടിച്ചിട്ടായിരിക്കും അദ്ദേഹം മരിച്ചത്. എന്നാൽ ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു, അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലഭാസ്കർ മരണപ്പെടണമെന്ന് ആർക്കൊക്കെ അജണ്ട ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നടത്തിയ ഒരു ആക്സിഡന്റ് ആയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ വോയിസ് അടക്കം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. എനിവേ തീർച്ചയായും ഇത് തന്നെയാണ് ജനങ്ങളടക്കം അസ്വാഭാവികമായി ഈ വിഷയത്തെ കാണാൻ കാരണം. സോ അത് തെളിയിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.